ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പനീർ മസാലയാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു പനീർ മസാലയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള കട്ട് ചെയ്തത്, ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത്. ഇവിടെ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ വേണ്ടത് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമ്മൾ ഓയിലാണ് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ജീരകവും വേണം. ആദ്യം നമുക്ക് പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പനീറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. ഇങ്ങനെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. ഇപ്പോൾ പനീറിൻ്റെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി പനീർ മസാല തയ്യാറാക്കാനായി പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇതൊരു 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും സവാളയും എല്ലാം ഇനി നന്നായി വെന്ത് വരണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അതായത് കോറിയൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇവയെല്ലാം ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കണം. പൊടിയുടെ റോസ്മെൽ പോകുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പനീർ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. നമുക്കിത് 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. മസാലയെല്ലാം പനീറിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കരിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇതിലെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.